ഹലോ. അപ്പോൾ ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് റെക്ടിഫയേഴ്സിന്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത? ഫുൾ വേവ് റെക്ടിഫയർ യൂസസ് ബോത്ത് ഹാഫ് സൈക്കിൾസ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് എ സി ആണ്. എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും യൂസ് ചെയ്യുന്ന ഒരു റെക്ടിഫയർ ആണ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പം പ്രത്യേകത എന്താണ്? ഈ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഈ എ സി സപ്ലൈ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, രണ്ട് ഹാഫ് സൈക്കിളിലും എ സി ഇൻപുട്ടിന്റെ രണ്ട് ഹാഫ് സൈക്കിളിലും നമുക്ക് ലോഡിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും ഇൻ ദി സെയിം ഡയറക്ഷൻ. ഓക്കെ, സെയിം ഡയറക്ഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും കാണും, പക്ഷെ നമുക്ക് ലോഡിൽ കിട്ടുന്ന കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും, നമുക്ക് പോസിറ്റീവ് വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡയോഡ്സ് ആണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടോ അല്ലെങ്കിൽ നാലോ, രണ്ട് ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. അപ്പം ഒന്നിൽ നമ്മൾ 2 ഡയോഡ്സും മറ്റൊന്നിൽ 4 ഡയോഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡയോഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വേവ് ഫോം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന എ സി സപ്ലൈയിൽ പോസിറ്റീവ് പീക്കും ഉണ്ട്, നെഗറ്റീവ് പീക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് എന്താണ്, ഒൺലി പോസിറ്റീവ് പീക്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കുള്ള രണ്ട് ടൈപ്പ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ആണുള്ളത്. ഫുൾ വേവ് റെക്ടിഫയർ യൂസിങ് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫുൾ വേവ് റെക്ടിഫയറും അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയറും. ഓക്കെ, നമുക്ക് സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് നോക്കാം. സെന്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് 2 ഡയോഡ്സ് ആണ്. ഓക്കെ, 2 ഡയോഡ്സും ട്രാൻസ്ഫോമർ വിത്ത് സെന്റർ ടാപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ സെന്റർ ടാപ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ സമയത്ത്, അതായത് ഇൻപുട്ട് അപ്ലൈ നമ്മൾ സൈൻ വേവ് അപ്ലൈ ചെയ്യുന്നു, അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഏത് ഡയോഡ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്? D1 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. D2 എന്ന് പറയുന്ന സെക്കൻഡ് ഡയോഡ് എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 230 വോൾട്ട് 50 ഹെഡ്സ് എന്ന് പറയുന്ന എ സി മെയിൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്താണ്, ഇവിടെ പോസിറ്റീവ്, ഈ എൻഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ഇപ്പുറത്ത് സെക്കൻഡറി വൈൻഡിങ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഓക്കെ, ദെൻ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇങ്ങനെ ആയിരിക്കും എന്താ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ടിൽ നമ്മുടെ കണക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആനോഡില് പോസിറ്റീവും കാഥോഡില് നെഗറ്റീവും വരണം. ഓക്കെ, അപ്പം എന്താണ് ഈ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് D1ന്റെ കേസിൽ ഇത് എന്താവും, ഫോർവേഡ് ബയാസ്ഡും കേട്ടോ, ഇവിടെ നെഗറ്റീവ് ആണ്. ഓക്കെ, കേസില് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് ഇവിടത്തെ D2ന്റെ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ് D2. അപ്പം ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് കറണ്ട് ഫ്ലോ എങ്ങനെ ആയിരിക്കും, ത്രൂ D2യിലൂടെ വന്ന് ലോഡിൽ കൂടി വന്ന് ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്
അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിള് ലോഡിൽ കൂടി പാസ് ചെയ്യും. ഓക്കെ, അപ്പം ലോഡിൽ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മുടെ ലോഡിൽ കിട്ടും. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് എന്താണ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പോർഷനിൽ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ദെൻ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഓക്കെ, ഈ കേസ് നോക്കുവാണെങ്കിൽ ഇൻപുട്ടിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്, D1 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം D2 എന്തായിരിക്കും, ഫോർവേഡ് ബയാസ്ഡും ആയിരിക്കും. ഈ സമയത്ത് കറണ്ട് ഫ്ലോ എങ്ങനെ ആയിരിക്കും, നമ്മള് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇതുവഴി D2 വഴി ത്രൂ ലോഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എഗെയിൻ കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്, ലോഡിൽ കൂടി, ലോഡ് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, കറണ്ടിന്റെ ഫ്ലോ സെയിം ഡയറക്ഷനിലാണ് ലോഡിൽ കൂടി അല്ലെ. നേരത്തെ എന്തായിരുന്നു, ഇതിലേക്കൂടി ആയിരുന്നപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ലോഡിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തത്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടില് സെയിം ഡയറക്ഷനിലുള്ള കറണ്ട് കിട്ടുന്നത്. ഓക്കെ, റെക്ടിഫൈങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഫുൾ വേവ് റെക്ടിഫയേഴ്സിന്റെ പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. അപ്പൊ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളില് ഈ റെക്ടിഫയറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെക്കൻഡറിയിൽ എന്തുണ്ട്, രണ്ട് ഹാഫ് ഉണ്ട്. ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. ഇവിടത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് VM സൈൻ ഒമേഗ ടി ആയിരിക്കും. ഓക്കെ, ഇവിടെ VM സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇവിടെയും സെയിം VM സൈൻ ഒമേഗ ടി ആയിരിക്കും ഇവിടത്തെ ഹാഫ് സൈക്കിളിന് വരുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടലി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, 2VM എന്നുള്ളതാണ് നമുക്ക് മാക്സിമം നെഗറ്റീവ് ഹാഫ് സൈക്കിളില് ഈ റെക്ടിഫയറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിന്റെ തന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, അതായത് ബ്രിഡ്ജ് റെക്ടിഫയർ കൂടി നോക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും ബ്രിഡ്ജ് റെക്ടിഫയറിനും സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിനും സെയിം ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൽ മാത്രമാണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, എന്താണ് ബ്രിഡ്ജ് റെക്ടിഫയർ? ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മൾ 4 ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 4 ഡയോഡ്സും നോർമൽ ട്രാൻസ്ഫോമർ, സെന്റർ ടാപ്ഡ് അല്ല, നോർമൽ ട്രാൻസ്ഫോമറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് നമ്മുടെ ഡയോഡ്സ് ഏതൊക്കെ ആയിരിക്കും ഓൺ ആവുന്നതെന്ന് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഇവിടെ എന്താണ്, P എന്ന് പറയുന്നത് പോസിറ്റീവ്, N എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എ പോർഷൻ പോസിറ്റീവ്, B എന്ന് പറയുന്നത് നെഗറ്റീവ്. ഇവിടെ A ആണ് വരിക അല്ലെ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പം ഏതൊക്കെ ഡയോഡ്സ് ഫോർവേഡ് ബയാസ്ഡ് ആവും? D1 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇവിടെ പോസിറ്റീവ്, ആനോഡിൽ പോസിറ്റീവ് വന്നു അല്ലെ, ഇവിടെ കാഥോഡിൽ പോസിറ്റീവ് ആണ്. അപ്പൊ D4 ഓഫ് സ്റ്റേറ്റില്. ദെൻ എവിടെയാണ് ഈ പറയുന്നത് പോലെ ഏതാണ് കണ്ടക്ട് ചെയ്യുന്നത്? D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ D1ഉം D2ഉം എന്തായി, ഫോർവേഡ് ബയാസ്ഡ് ആയി. D4ഉം D3ഉം എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആവും. ഓക്കെ, അപ്പം ഈ കേസിൽ എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാം?
കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ്. ഓക്കെ, D1 കൂടി പാസ് ചെയ്ത് എന്താണ് ലോഡ് റെസിസ്റ്ററിൽ കൂടി പാസ് ചെയ്ത് ഓക്കെ ദെൻ D2 പാസ് ചെയ്ത് ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലോഡ് റെസിസ്റ്ററിനകത്ത് നമ്മുടെ ഒരു ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, ഇൻപുട്ടിന്റെ. ഇനി എന്താണ് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് എന്താവും, പി എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഓക്കെ, അപ്പം ഇവിടെ എഗെയിൻ നെഗറ്റീവ്, ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ ആവും. അപ്പോ ഇവിടെ നെഗറ്റീവ്, എ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഈ കേസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ D4ഉം D3യും ഫോർവേഡ് ബയാസ്ഡും ആവും, D1ഉം D2ഉം ഓഫ് സ്റ്റേറ്റിലും ആവും. ഓക്കെ, അപ്പൊ എങ്ങനെ ആയിരിക്കും കറണ്ട് ഫ്ലോ വരിക? ഓക്കെ, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റിലാണ് കറണ്ട് ഫ്ലോ വരുന്നത് അല്ലെ. അപ്പോ എന്താണ് ഇവിടുന്ന് ഫ്ലോ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇവിടുന്ന് ഫ്ലോ ചെയ്ത് എവിടെ എൻഡ് ചെയ്യും, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എൻഡ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് D3 കൂടി പാസ് ചെയ്ത് ലോഡിൽ കൂടി പാസ് ചെയ്ത് D4 കൂടി പാസ് ചെയ്ത് എ എന്നുള്ള ടെർമിനൽ. അപ്പം സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പൊ എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡിൽ കൂടി നമുക്ക് കിട്ടുന്നത് സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് സെയിം ഡയറക്ഷനിലുള്ള ഹാഫ് സൈക്കിൾ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് എഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ കിട്ടുന്നത്. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് നോക്കുവാണെങ്കിൽ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം VM ആണ്. അതിന്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞു, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുവാണെങ്കിൽ D1ഉം D2ഉം മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ D1ഉം D2ഉം കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എ എന്നുള്ള പോയിന്റ് തന്നെയാണ് വരുന്നത് അല്ലെ. ഇവിടെ എ എന്നുള്ള പോയിന്റ്, ഇവിടെ ബി എന്നുള്ള പോയിന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ എക്കും ബിക്കും ഇടയിൽ ഇവിടത്തെ വോൾട്ടേജ് എന്താണ് VM സൈൻ ഒമേഗ ടി ആണ് അല്ലെ. അപ്പൊ മാക്സിമം വോൾട്ടേജ് എത്രയാണ് എക്കും ബിക്കും എക്രോസ് വരുന്നത്, VM ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കേസിൽ VM ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആയിരുന്നു. ഫുൾ വേവ് സെന്റർ ടാപ്പിഡിൻ്റെത് 2VM ആയിരുന്നു. ദെൻ എഗെയിൻ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ രണ്ട് ഫുൾ വേവ് റെക്ടിഫയറിനും കോമൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഇതിന് എല്ലാത്തിനും സെയിം ആണ് വരിക. ഓക്കെ, അപ്പം പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലത്തിലും ചോദിക്കും, പ്രോബ്ലം ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും ചോദിക്കും, അല്ല ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ റെക്ടിഫയേഴ്സിന്റെ. ഓക്കെ, അപ്പം ആവറേജ് ഓർ DC വാല്യൂ ആണ് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആവറേജ് ഓർ DC വാല്യൂ. അപ്പൊ എങ്ങനെയാണ് ആവറേജ് അല്ലെങ്കിൽ DC വാല്യൂ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പീരീഡ് ലുള്ള ഏരിയ. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ 1 പീരീഡിലുള്ള ഏരിയ ഡിവൈഡഡ് ബൈ അതിന്റെ പീരീഡ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഇൻപുട്ടിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് വേവ് ഫോമിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ വരുന്നത് 2π എന്നുള്ള പീരീഡിലാണ് നമ്മുടെ വേവ് ഫോം റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഔട്ട്പുട്ടിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ പൈ പീരീഡിലും നമുക്ക് എന്താണ് റിപ്പീറ്റേഷൻ ആണ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് പീരീഡ് എന്ന് പറയുന്നത് എന്താണ് പൈ ആണ്. ഓക്കെ, അത് നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ് പൈ ആണ് വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ ഏരിയ അണ്ടർ 1 പീരീഡ് എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കറണ്ടിന്റെ കേസിലാണെങ്കിൽ എന്താണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷനകത്ത് 0 to π ആണല്ലോ ഇന്റഗ്രേഷൻ ലിമിറ്റ്, 0 to π Im sin തീറ്റ ഡി തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? കറണ്ടിന്റെ കേസിലാണെങ്കിൽ 2Im/π. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഒരു പീരീഡിലുള്ള ഏരിയ 2Im എന്നുള്ളത് കിട്ടും. ഓക്കെ, 2Im/π ആണ് കറണ്ടിന്റെ കേസിൽ ഡി സി വാല്യൂ, അതായത് IDC. ഇനി വോൾട്ടേജിന്റെ കേസിലാണെങ്കിലോ VDC എന്ന് പറയുന്നത് 2Vm/π. നമുക്ക് ആ ഡെറിവേഷന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി. അതുകൊണ്ടാണ് ഇക്വേഷൻ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇനി RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെ? അപ്പൊ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂം ഇത് ഈ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമുക്ക് ഇൻഡെപ്ത് വേണ്ട, ജസ്റ്റ് ഇക്വേഷൻ എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പം വോൾട്ടേജിന്റെ RMS വാല്യൂ VRMS വാല്യൂ എന്ന് പറയുന്നത് Vm/√2 ആണ്. ഓക്കെ, അതുപോലെ IRMS എന്ന് പറയുന്നത് എന്താണ്? Im/√2. അപ്പം ഇക്വേഷൻസ് കറക്റ്റ് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓപ്ഷൻസ് തരുമ്പോൾ ഇതെല്ലാം തരും, അപ്പൊ കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, ദെൻ റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ഓഫ് ദ AC കമ്പോണന്റ്. AC കമ്പോണന്റിന്റെ എഫക്റ്റീവ് വാല്യൂ, ഓക്കെ, ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഓർ കറണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ കിട്ടും? നമ്മുടെ VAC/RMS ഡിവൈഡ് ബൈ VDC എന്നുള്ളതാണ് വോൾട്ടേജിന്റെ കേസിൽ. കറണ്ട് ആണെങ്കിലോ IAC/RMS. ഞാൻ പറഞ്ഞു RMS എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ ആണ്. ഓക്കെ, എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ ആണ്. അപ്പൊ നമ്മൾ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും RMS വാല്യൂ ആണ് അവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പം അത് ക്വസ്റ്റ്യനിൽ RMS വാല്യൂ തന്നിരിക്കുന്ന വാല്യൂ തന്നെ വേണം നമ്മൾ പ്രോബ്ലത്തിൽ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം VAC/RMS ഡിവൈഡഡ് ബൈ VDC, DC വാല്യൂ അല്ലെങ്കിൽ IAC/RMS/IDC എന്നുള്ളതാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിപ്പിൾ ഫാക്ടർ കിട്ടുന്നത് 0.48 എന്നുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പം എന്താണ് ഈ പറയുന്നത് പോലെ ഈ വാല്യൂ ബ്രിഡ്ജ് റെക്ടിഫയറിനും ഫുൾ വേവ് റെക്ടിഫയറിനും എന്താണ്? കോമൺ ആണ്. ഓക്കെ, ദെൻ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് DC പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ഡിവൈഡഡ് ബൈ AC ഇൻപുട്ട് പവർ ഫ്രം ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ DC പവർ ബൈ AC പവർ, അതാണ് നമ്മുടെ എഫിഷ്യൻസി ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 81.2% ആണ് നമുക്ക് എഫിഷ്യൻസി ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഹാഫ് വേവിന്റെ കേസിനകത്ത് 40.6 ആയിരുന്നു. അതിന്റെ 2 ടൈംസ് ആണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി കേസിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആണ് കൂടുതലും യൂസ് ചെയ്യുക. എഫിഷ്യൻസി കൂടുതലാണെന്നുള്ളത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ നമ്മുടെ എന്താണ്? ബ്രിഡ്ജ് BR എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത് ഞാൻ ബ്രിഡ്ജ് റെക്ടിഫയറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? DC പവർ ഡിവൈഡഡ് ബൈ AC റേറ്റഡ് പവർ. ഓക്കെ, അഗെയിൻ റേറ്റഡ് പവർ ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ റേറ്റഡ് പവർ തന്നിട്ടുണ്ടെങ്കിൽ റേറ്റഡ് പവർ എടുത്ത് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ. അതെന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.812 എന്നുള്ള വാല്യൂ ആണ്. അഗെയിൻ നമ്മൾ അത് പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? 81.2% എന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ എന്താണ്? സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, അഗെയിൻ ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂല് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിനകത്ത് 0.693 ആണ് നമ്മുടെ TUF കിട്ടുന്നത്. അതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 69.3% എന്നുള്ളത് കിട്ടും. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ടാപ്ഡിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും പ്രൈമറി വൈൻഡിങ്ങിന്റെ TUF, അതായത് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിന് എടുത്തതിന്റെ 2 ടൈംസ് ആയിരിക്കും പ്രൈമറി വൈൻഡിങ്ങിന്റെ എന്ത് വരുന്നത്? TUF വരുന്നത്. ഓക്കെ, നമ്മള് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ TUF എത്രയായിരുന്നു? 0.287 ആയിരുന്നു. ഇൻറ്റു 2 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.574 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, 0.574 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി സെക്കൻഡറി വൈൻഡിങ്ങിന്റെ TUF എന്ന് പറയുന്നത് എന്താണ്? 0.812.
ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും കൂടി ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെന്റർ ടാപ്ഡിന്റെ ടി യു എഫ് കണ്ടുപിടിക്കുന്നത്. ഇൻഡെപ്ത് നിങ്ങൾ അറിയണ്ട, നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഞാൻ എങ്ങനെയാ കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മൾ 2 ടൈംസ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ടി യു എഫ് എടുക്കും. സെക്കൻഡറി വൈൻഡിങ്ങിലും നമ്മൾ എന്താണ് 0.812 എന്നുള്ള വാല്യൂ എടുക്കും സെക്കൻഡറി വൈൻഡിങ്ങിൽ. അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, നമ്മുടെ 0.693 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇനി പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ഓഫ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ടു ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് √2 ആണ്. ഓക്കെ, ദെൻ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ്, ആവറേജ് ഓഫ് DC വാല്യൂ. നിങ്ങൾ ഇക്വേഷൻ അത് നോക്കണം. ഇതെന്ന് പറയുന്നത് എന്താണ്, പീക്ക് വാല്യൂ, കറണ്ടിന്റെ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഇവിടെ റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് കറണ്ട്, RMS വാല്യൂ ഡിവൈഡഡ് ബൈ DC വാല്യൂ. ഓക്കെ, നമുക്ക് കിട്ടുന്നത് എന്താണ് 1.11 എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ഫോം ഫാക്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഡയോഡ് ആയിരുന്നു, സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഡയോഡ് ആയിരുന്നു, ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമ്മൾ 4 ഡയോഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ കേസ് പറയുവാണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ VM ആയിരുന്നു, നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിൽ സെന്റർ ടാപ്ഡിന്റെ കേസിൽ 2 VM ഉം ബ്രിഡ്ജ് റെക്ടിഫയറിൽ എന്തായിരുന്നു VM ആയിരുന്നു. ഓക്കെ, ദെൻ വ്യത്യാസം എഫിഷ്യൻസിയുടെ കേസിൽ ഹാഫ് വേവ് റെക്ടിഫയർ 40.6% മാത്രമായിരുന്നു എഫിഷ്യന്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫുൾ വേവിന്റെ കേസിൽ 2 റെക്ടിഫയറിനും എത്രയുണ്ട്, അതിന്റെ 2 ടൈംസ് 81.2% ആണ് അതിന്റെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇന്ന് അപ്പം താങ്ക് യു.